മഹാരാഷ്ട്രയിൽ NDA മുന്നണി, അതായത് മഹായുതി, വൻ വിജയമാണ് നേടിയത്. പക്ഷേ തുടക്കം മുതൽ ഫട്നാവിസ് മുഖ്യമന്ത്രി ആയതിൽ ഷിൻഡേക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇത് തന്നെയായിരുന്നു നേരത്തെ ശിവസേനയായിട്ടുള്ള പ്രശ്നവും. ഉദ്ധവ് താക്കറേക്ക് മുഖ്യമന്ത്രിയാവണം, അതിൻ്റെ പേര് അത് പറ്റാതെ വന്നതുകൊണ്ടാണ് അയാൾ കോൺഗ്രസുമായി ചേർന്ന് NCPയുമായി ചേർന്ന് മുന്നണി ഉണ്ടാക്കാൻ പോയത്. ഇപ്പോൾ വീണ്ടും അവിടെ ചില കുഴപ്പങ്ങളുണ്ടെന്നുള്ള ചില വാർത്തകളൊക്കെ പതുക്കെ പുറത്തു വരുന്നുണ്ട്. മഹായുതിയിൽ പ്രശ്നമുണ്ടോ? ഷിൻഡെ മുന്നണി വിടാനുള്ള നീക്കം നടത്തുന്നുണ്ടോ? അങ്ങനെയാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അടിയൊഴുക്കുകളാണല്ലോ. മഹാരാഷ്ട്രയിൽ ചില അടിയൊഴുക്കുകൾ കാണുന്നുണ്ട്. ഇന്നലെ അവിടെ മറാത്തി സാഹിത്യ സമ്മേളനം നടക്കുമ്പോൾ ആ സംഘടനയുടെ അധ്യക്ഷൻ ശരത് പവാറാണ്. ആ മറാത്തി സാഹിത്യ സമ്മേളനത്തിൽ ഷിൻഡെയെ വിളിച്ചു വരുത്തിയിട്ട് ഷിൻഡെക്ക് ഒരു പുരസ്കാരം കൊടുത്തു പവാർ. മഹജ്ജി ഷിൻഡെ രാഷ്ട്ര ഗൗരവ് പുരസ്കാർ എന്നാണ് അതിൻ്റെ പേര്. എന്നിട്ട് പവാർ പറഞ്ഞു, എൻ്റെ നാടായ സത്താറയിൽ നിന്ന് ഒരാളിങ്ങനെ മുഖ്യമന്ത്രി ആയല്ലോ, വലിയ അഭിമാനമാണ്. ഷിൻഡെയെ പറ്റി ഷിൻഡെയെ ഒരുപാട് പുകഴ്ത്തി. ഷിൻഡെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഗംഭീരമായിട്ട് ഷിൻഡെ ഭരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തി. ഈ സംഭവത്തിൽ മൊത്തം ഉദ്ധവ് താക്കറെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പവാർ ഇങ്ങനെ വിളിച്ച് ഷിൻഡെക്ക് ഒരു പുരസ്കാരം കൊടുത്തതിൽ ഉദ്ധവ് താക്കറെ വളരെ ശോഭിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭാഷാ സാഹിത്യ സമ്മേളനം നടക്കുമ്പോൾ അതിൽ നരേന്ദ്രമോദിയെ വിളിക്കുന്നു എന്ന് ഒരു വാർത്ത ഞാൻ കുറേ നാൾ മുമ്പ് വായിച്ചിരുന്നു. അത് നടന്നിട്ടുണ്ടോ? മോദി പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല, മോദി പങ്കെടുക്കുന്നില്ല. മോദിയെ ക്ഷണിക്കുന്നു എന്ന്, മോദിയെ ക്ഷണിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പവാർ പറഞ്ഞതായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതൊരു പക്ഷേ പവാർ മോദിയുമായി അടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് എന്നൊക്കെ പറഞ്ഞു. എന്തോ പിന്നീട് അത് മെറ്റീരിയലൈസ് ചെയ്തില്ല. അതൊക്കെ പക്ഷേ രാഷ്ട്രീയമൊക്കെ മോദിക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇനി അനാവശ്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണ്ട എന്നൊക്കെയുള്ള അദ്ദേഹത്തിന് അറിയാമല്ലോ. പക്ഷേ ഇതിൻ്റെ ഞാൻ നാഷണൽ ചാനലുകളിൽ ഈ രംഗമൊക്കെ കണ്ടതാണ്. ഈ ഷിൻഡെയുടെ കാര്യത്തിൽ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ കിരീടം ധരിക്കുന്നത്. NCP ആണല്ലോ ഇതൊക്കെ ധരിപ്പിക്കുന്നത്, കയ്യിൽ വാള് കൊടുക്കുന്നത്. ഇതൊക്കെ ആഹ്ലാദത്തോടു കൂടി ഷിൻഡെയൊക്കെ വാങ്ങുന്നത്. ഇതൊരു സംഭവം അല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളതിനെ അങ്ങനെ കാണണോ? ഒരു സാഹിത്യ സമ്മേളനം NCP ആണെങ്കിൽ സംഘടിപ്പിക്കുന്നു, അതിൽ ഷിൻഡെ അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ്, അദ്ദേഹം പങ്കെടുക്കുന്നു. അതൊരു രാഷ്ട്രീയ മര്യാദയായി കണ്ടൂടെ? മാത്രമല്ല, ഇനി നേരെ തിരിച്ചാലോചിച്ചാലോ, പവാറിൻ്റെ പാർട്ടി വല്ലാതെ ക്ഷീണിച്ച് പരുവക്കേടായിപ്പോയി NCP ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ പവാറിന് ഇനി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ NDAയിലേക്ക്, മഹായുതിയിലേക്ക് ഒരു പാലം വേണം. അതിന് ഷിൻഡെ വഴി ശ്രമിക്കുന്നതായിക്കൂടെ? അതുകൊണ്ടാണ് ഈ സംഭവത്തിൽ പവാറിനോട് ഉദ്ധവ് താക്കറേക്ക് എതിർപ്പുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞത്. അതെ. അടിയൊഴുക്കുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ഏത് തരത്തിലും ആവാം. ഈ പറഞ്ഞ പോലെ പവാർ ആകെ വശം കെട്ട് നിൽക്കുകയാണ് അവിടെ. ഇനി രാഷ്ട്രീയ ഭാവി എന്നൊക്കെ പറയുന്നത് NCPക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അജിത് പവാറിൻ്റെ NCP ആണ് പ്രധാനം എന്ന് വന്നു, ഷിൻഡെയുടെ ശിവസേനയാണ് പ്രധാനമെന്നും വന്നു ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് അടിയൊഴുക്ക് തീർന്നില്ല. ഫട്നാവിസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന ചീഫ് രാജ് താക്കറെയുടെ വീട്ടിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞ ദിവസം. അത് ഈ നിർമ്മാൺ സേനയ്ക്ക് വലിയ സ്വാധീനം ഉണ്ടായിട്ടല്ല, പക്ഷെ അവിടെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് മുംബൈ നടക്കാൻ പോകുന്നു, BMC തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ ഈ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയ്ക്ക് സ്വാധീനമുണ്ട്, പ്രത്യേകിച്ച് മുംബൈ. അതെ. MNSൻ്റെ കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് BJPക്ക് അനുകൂലമായി, അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെക്കെതിരെ വലിയ റാലികളൊക്കെ MNS രാജ് താക്കറെ നടത്തിയിരുന്നു. മോദി പോലും ഇദ്ദേഹത്തെ പ്രശംസിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം MNSന് ഈ മഹായുതിയിലോ അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തുനിന്നോ ഒരു അക്കോമഡേഷൻ കിട്ടിയില്ല, ഒരു പരിഗണന കിട്ടിയില്ല എന്നൊരു പരാതി രാജ് താക്കറെക്കുണ്ടായിരുന്നു. അതേ തുടർന്ന് രാജ് താക്കറെ 1-2 പ്രസ്താവനകൾ BJP സർക്കാരിനെതിരെ നടത്തി.
അതൊരു ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതൊന്ന് പാച്ചപ്പ് ചെയ്യാൻ പോയതായിക്കൂടെ? അല്ല, രാജ് താക്കറെ ഇപ്പോൾ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ആവശ്യമുണ്ട്, അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് BJP. ആ ധാരണ ഉരുത്തിരിഞ്ഞ് വരികയാണെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത്. അന്ന് തന്നെ വൈകിട്ട് ഈ ഉദ്ധവ് താക്കറെ പാർട്ടിയിലെ 3 അത്യാവശ്യം വലിയ നേതാക്കളെ ഫട്നാവിസിന്റെ വീട്ടിൽ വിളിച്ചും കണ്ടിട്ടുണ്ട്. അപ്പം 2 തരത്തിലും സംഗതികൾ നടക്കുന്നുണ്ട്. രണ്ടും ആദ്യത്തെ സംഗതി ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഷിൻഡെ സംബന്ധിച്ച് എൻ്റെ ഒരു നിരീക്ഷണമാണ്, ഷിൻഡെ സംബന്ധിച്ച് ഇനി കോൺഗ്രസിൻ്റെ കൂടെ പോകുന്നത് ആത്മഹത്യാപരമാണ്. ഒരിക്കലും പോകില്ല. അദ്ദേഹം ഫൈറ്റ് ചെയ്തു, പാർട്ടി പിളർത്തി, ശരിയായ ശിവസേന തൻ്റെ ആണെന്ന് സ്ഥാപിക്കപ്പെട്ടു. ഷിൻഡെയുടെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഷിൻഡെയ്ക്ക് ഒരു നീരസമുണ്ട് ഈ മൊത്തം കാര്യങ്ങളിൽ. പക്ഷേ സുനിൽ പറയുന്ന പോലെ ഷിൻഡെയ്ക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ രാഷ്ട്രീയത്തിലില്ല, കഴിയില്ല. കാരണം അദ്ദേഹം പ്രധാനപ്പെട്ട ശിവസേന ആയി കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല. ഹിന്ദുത്വം വിട്ടിട്ട് പോയതാണ് ഉദ്ധവ് താക്കറെക്ക് പറ്റിയത്. ശിവസേന ഇപ്പം ഷിൻഡെ ശിവസേന ആയിരിക്കുമ്പോൾ ഹിന്ദുത്വ ഐഡിയോളജി വിട്ട് BJPക്കെതിരായി നിലപാടെടുക്കുകയും കോൺഗ്രസുമായോ അല്ലെങ്കിൽ NCP ആയിട്ട് പോയി മുന്നണി ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയമായി അടിത്തറയിലെ മണ്ണളയും എന്ന് വെച്ചാൽ ഒരാൾക്ക് ഇങ്ങനെ നീരസം ഉണ്ട് എന്ന് തോന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മറ്റേ വിഭാഗം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഇപ്പം G. സുധാകരനെ ശത്രുപക്ഷത്തുള്ള ആളുകൾ പുസ്തകോത്സവങ്ങൾക്കാണെങ്കിലും വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു നീരസം നമുക്ക് മുതലെടുക്കാൻ രാഷ്ട്രീയ ചർച്ചകൾ കിട്ടിയാലോ എന്നൊക്കെ കരുതിയിട്ട് ചെയ്യുന്നുണ്ടാവും. ഇത് ഏകനാഥ് ഷിൻഡെ ഈ ഫട്നാവിസുമായിട്ട് മാത്രമല്ല അജിത് പവാറുമായിട്ടും അത്ര നല്ല രസത്തിലല്ല എന്നാണ് റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത്. ഷിൻഡെയ്ക്ക് എന്തായാലും നീരസമുണ്ട്. എന്നതാ പനി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാലത്ത് നാട്ടിലേക്ക് പോയി. പക്ഷെ പനി ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. പിന്നീട് അജിത് പവാറിൻ്റെ കൂടെ പത്രസമ്മേളനമൊക്കെ നടത്തി. അജിത് പവാറിനെ പത്രസമ്മേളനത്തിൽ വെച്ച് കളിയാക്കി. ഇങ്ങനെയൊക്കെ ആയിരുന്നു. ആ നാടകം കുറേ നീണ്ടുപോയി, ആവശ്യമില്ലാത്തതായിരുന്നു, വലിയ ഭൂരിപക്ഷമൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ ഈ ബൃഹാൻ മുംബൈ കോർപ്പറേഷൻ ഇലക്ഷൻ, BMC ഇലക്ഷൻ വരുമ്പോൾ ആ കോർപ്പറേഷൻ ഒരുപാട് പണമുള്ള കോർപ്പറേഷനാണ്, മുംബൈയിലെ. അപ്പോൾ അവിടെ ഭരണം പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനവുമാണ്. ഈ ശിവസേന ഒന്നിച്ചു നിന്ന സമയത്ത് എപ്പോഴും ശിവസേന ഭരിച്ചിരുന്നതാണ്. ഇപ്പം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഈ മറ്റേ സഖ്യം ഉണ്ടല്ലോ, മഹായുതി, അതൊന്നും അതിൻ്റെ അകത്ത് വലിയ ബാധകമല്ല. പാർട്ടികൾ വെവ്വേറെ ഒക്കെ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ നമ്മൾ വടക്കേ ഇന്ത്യയിൽ പൊതുവെ അങ്ങനെയാണ്. ഇപ്പോൾ UPയിലൊക്കെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാഷ്ട്രീയം നോക്കിയിട്ടല്ല, സ്വതന്ത്ര തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാജ് താക്കറെയെ പോയി കണ്ടത്, ഉദ്ധവ് താക്കറെയുടെ MLA-മാരെ കണ്ടത് ഒക്കെ ഷിൻഡെയ്ക്ക് കൊടുക്കുന്നൊരു സന്ദേശമാണോ എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ ചോദിച്ച് കാണുന്നത്. ഷിൻഡെ ഒരുപാടൊന്നും അഭ്യാസം കളിക്കേണ്ടതില്ല, എനിക്ക് വേറെ ആളുകളുമൊക്കെ ഉണ്ട് എന്ന് കാണിക്കുന്നതാണോ എന്നൊരു ചർച്ച വരുന്നുണ്ട്. ഈ 2005 മുതൽ ഈ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന ഉണ്ടായ കാലം മുതൽ ഇങ്ങോട്ട് കീഴ്പോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2005 ശിവസേനയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. BJPയുമായിട്ട് ധാരണ ഉണ്ടായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രാജ് താക്കറെയുടെ മകൻ അമിത് മത്സരിച്ചു. കന്നി മത്സരമാണ്, പക്ഷെ മാഹിമിൽ തോറ്റുപോയി. അങ്ങനെ തോറ്റുപോകാനുള്ള കാരണം ഷിൻഡെയുടെ സ്ഥാനാർത്ഥിയാണ്. ഷിൻഡെ സഹായിച്ചില്ല എന്ന് അയാൾക്കൊരു ഫീലിംഗ് ഉണ്ട്. ഷിൻഡെ സേനയുടെ സ്ഥാനാർത്ഥി സദാ ശിവശങ്കർ ആണ് മാഹിമിൽ നിന്ന് ജയിച്ചത്. ഷിൻഡെയാണ് മറ്റേ രാജ് താക്കറെയുടെ മകനെ അവിടെ തോൽപ്പിച്ചത്. അപ്പോൾ ഷിൻഡെയുമായിട്ട് വളരെ നീരസം അങ്ങേർക്കുണ്ട്. അപ്പോൾ അമിത്തിന് BJP ലെജിസ്ലേറ്റർ കൗൺസിൽ അംഗത്വമിന് കൊടുത്തേക്കാം എന്ന് പറയുന്നുണ്ട്. രാജ് താക്കറെയായിട്ടൊരു ധാരണ വരികയും ലെജിസ്ലേറ്റീവ് കൗൺസിൽ എടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷനിൽ BJPയുമായിട്ട് മഹാരാഷ്ട്ര നിർമ്മാൺ സേനയ്ക്കൊരു ധാരണ വരും എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ UBT നേതാക്കൾ മിലിന്ദ് നർവേക്കർ, മുൻ മന്ത്രി സുഭാഷ് ദേശായി, പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ അംബാദേവ് ദാൻവെ, ഇത്രയും പേരെയാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ കണ്ടത് മറ്റേ ഫട്നാവിസ്. അപ്പോൾ എല്ലാ തരത്തിലും
മറ്റേ സംഗതികൾ മാറുന്നുണ്ട്, സഖ്യങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള മട്ടിലാണ് അവിടെ നിൽക്കുന്നത്. ഇവർ ചെന്നത് ബാൽ താക്കറെ സ്മാരകത്തിനെ പറ്റി സംസാരിക്കാനാണ് എന്ന് അവർ മൂന്നുപേരും പറയുന്നുണ്ട്. പക്ഷെ സംസാരിക്കുമ്പോൾ എല്ലാം സംസാരിക്കുമല്ലോ രാഷ്ട്രീയമായതുകൊണ്ട്. പിന്നെ വ്യവസായ മന്ത്രി ഷിൻഡെയുടെ സേനയിൽ നിന്നുള്ള ആളാണ് ഉദയ് സാമന്ത്. അപ്പോൾ അങ്ങേര് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഒരു കത്തയച്ചത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ അറിയാതെ ഒരു തീരുമാനവും എടുക്കരുത്, അതായത് ഫട്നാവിസ് വ്യവസായ വകുപ്പിലും കൈകടത്തുന്നുണ്ട് എന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് ആ കത്ത്. ഞാൻ അറിഞ്ഞിട്ടേ നിങ്ങൾ തീരുമാനം എടുക്കാവൂ എന്ന് വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എഴുതിയൊരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ ഷിൻഡെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തുടങ്ങി വെച്ച ചില പരിപാടികൾ ഇപ്പം നടപ്പാക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതൊന്ന് ഈ കുറച്ച് പ്രായമൊക്കെ ആയ ആളുകൾക്ക് തീർത്ഥയാത്രയ്ക്ക് സഹായം സബ്സിഡി കൊടുക്കുന്ന പരിപാടിയാണ്. മറ്റേ ഹജ്ജ് സബ്സിഡി പോലെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് തീർത്ഥയാത്രയ്ക്ക് സൗകര്യങ്ങൾ കൊടുക്കുന്ന പരിപാടി. പിന്നെ ഉത്സവകാലത്ത് വില കുറച്ച് പലചരക്ക് വസ്തുക്കൾ കൊടുക്കുന്ന ആനന്ദാച്ച സിദ്ധ പദ്ധതിയും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അത് അനാവശ്യ ചെലവ് വരുന്ന പദ്ധതികളാണ് ഇത് രണ്ടും. പക്ഷെ അതൊക്കെ ചെയ്യുക, അതൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഹിന്ദുക്കളെ സഹായിക്കാൻ വേണ്ടി ചെയ്ത പരിപാടികളാണ്. അതൊക്കെ വേണ്ടാതെ വെക്കുന്നത് ശരിയായ നിലപാടല്ല. ഇത് രണ്ടും അപ്പോൾ അതുകൊണ്ട് വീണ്ടും തോന്നുന്നത് ആ നീരസത്തിൻ്റെ സംഗതികളാണെന്നാണ് തോന്നുന്നത്. 2 ആഴ്ചയായിട്ട് മന്ത്രിസഭാ യോഗത്തിൽ ഷിൻഡെ വരുന്നില്ല. മറാത്തി സാഹിത്യോത്സവത്തിന് പോയല്ലോ. ഈ തിങ്കളാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിന് വന്നില്ല. അത് പ്രീ ബജറ്റ് ഡിസ്കഷൻ നടക്കുന്ന മന്ത്രിസഭാ യോഗമായിരുന്നു. അതിലും ഷിൻഡെ പങ്കെടുത്തിട്ടില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറെ സംസാരം വരുത്തി വെക്കുകയാണല്ലോ ചെയ്യുന്നത്. അതെ അതെ, ഇങ്ങനത്തെ എന്തോ ഒരു അസ്വാരസ്യമുണ്ട്, അദ്ദേഹം അതൃപ്തി പുറത്ത് കാണിക്കുന്നു. ഷിൻഡെയുടെ കാര്യം നമ്മൾ പറഞ്ഞ പോലെയാണ്. അല്ലെങ്കിൽ ഇവരുമൊക്കെ ആയിട്ട് ചേർന്ന് പവാറിന്റെ കൂടെയൊന്നും പോയിട്ട് ഇനി കാര്യമില്ല. ഉദ്ധവ് താക്കറെ ഷിൻഡെക്ക് എന്തോ കൂടി വേണം, ഷിൻഡെക്ക് എന്തോ കൂടി എന്തോ ഒക്കെ ആവശ്യമുണ്ട്. എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മകൻ്റെ കാര്യമാണ്. മകനെ ഉപമുഖ്യമന്ത്രി ആക്കണം എന്ന് നേരത്തെ ഞാനാവുന്നില്ല, മകനെ ആക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇദ്ദേഹത്തിന് അങ്ങനെയായിരുന്നെങ്കിൽ കേന്ദ്രത്തിൽ മന്ത്രിയാകാമായിരുന്നു. പക്ഷെ കേന്ദ്രത്തിൽ പോകാൻ താല്പര്യമില്ല, ഇവിടെ മുഖ്യമന്ത്രി ആകണം എന്നുണ്ടായിരുന്നു. അത് സാധ്യമല്ലല്ലോ, കാരണം BJPക്ക് കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഫട്നാവിസ് ആണെങ്കിൽ എത്ര മാന്യമായിട്ടാണ് ഷിൻഡെയുടെ കൂടെ ഉപമുഖ്യമന്ത്രിയായിട്ടിരുന്നത്. ഷിൻഡെക്ക് ഇത് പറഞ്ഞാൽ മതിയല്ലോ, കേന്ദ്രത്തിലൊരു മന്ത്രിയാകാം. അതെ, പ്രധാനപ്പെട്ട വകുപ്പും കിട്ടും. അതെ, ഏതായാലും മഹാരാഷ്ട്രയിൽ ചില അസ്വാരസ്യങ്ങളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. അട്ടിമറിയൊന്നും നടക്കുന്ന ഒരു പ്രശ്നവും ഇല്ല. സീറ്റൊക്കെ വേണ്ടത്ര ഉണ്ടല്ലോ. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.